നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിവാഹം നടക്കുകയുണ്ടായി. കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആ വിവാഹം നടന്നത്. നമുക്കറിയാം 2025 മഹാകുംഭമേള ഉത്തർപ്രദേശിൽ നടന്നപ്പോൾ അവിടെ മാലയും മറ്റുമൊക്കെ വിൽക്കാൻ വന്ന ഒരു ചെറിയ പെൺകുട്ടി സോഷ്യൽ മീഡിയ വഴി വലിയ വൈറലായി. ഇന്ത്യൻ മൊണാലിസ എന്ന് അവൾക്ക് പേരും കിട്ടി. എന്നാൽ അവളുടെ യഥാർത്ഥ പേര് മോണ ഫോസ്ലെ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പേര് വേണം അവിടെ ജെൻഡർ സർട്ടിഫിക്കറ്റിൽ അടക്കം കാണേണ്ടത്. എന്നാൽ ഇതാ ഇപ്പോൾ ആ വിവാഹത്തിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ സർക്കാർ കൊടുത്തതാണ് എന്ന് അവകാശപ്പെടുന്ന വിവാഹ സർട്ടിഫിക്കറ്റിൽ വരെ മൊണാലിസ എന്ന പേരാണ് കാണുന്നത്. മാത്രമല്ല ഇവർ കാണിച്ചിരിക്കുന്ന ആധാർ കാർഡിലും ജനന സർട്ടിഫിക്കറ്റിലുമൊക്കെ ഈ മൊണാലിസ എന്നുള്ള പേരാണ് കാണുന്നത്. ഒന്നാമത് ഈ വിവാഹം ഇപ്പോൾ വലിയ വിവാദത്തിലാണ്. കാരണം 2025 16 വയസ്സുകാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് സകല മാധ്യമങ്ങളും ഈ പെൺകുട്ടിയെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ 2026 ആ കുട്ടിക്ക് 17 വയസ്സാവാനേ സാധ്യതയുള്ളൂ. പിന്നെ എങ്ങനെയാണ് പ്രായപൂർത്തി ആയവർക്ക് മാത്രമേ വിവാഹം പാടുള്ളൂ? പെൺകുട്ടികൾക്ക് 18 വയസ്സാണ് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് വിവാഹ പ്രായം. അപ്പോൾ 17 വയസ്സായ ഈ പെൺകുട്ടിയെ മന്ത്രിയും MP എല്ലാം കൂടെ ചേർന്ന്, അതും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എല്ലാവരും കൂടിയാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിവാഹ സർട്ടിഫിക്കറ്റും കിട്ടിയിരിക്കുന്നു. ഇനി അതൊരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റും കിട്ടും. ഇതിപ്പോൾ ഒരു കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അവിടെ ഏത് മതസ്ഥർക്കും പോകാം. ഒരു പക്ഷേ ആ ഒരു സാധ്യതയായിരിക്കും മുതലെടുത്തുകൊണ്ട് അവർ അവിടെ വെച്ച് നടത്തിയത്. അപ്പോഴും ഒരു മുസ്ലിം യുവാവിനെയാണ് ക്ഷേത്ര മുറ്റത്ത് വെച്ച് ഇതുപോലെ വിവാഹം കഴിപ്പിച്ച് വിട്ടത് എന്നതിൽ ഈ സമസ്തയ്ക്ക് അടക്കമുള്ളവർക്ക് മുറിവുറുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അവർ കുറച്ച് അടങ്ങി നിൽക്കുന്നു. പക്ഷേ അത്തരം വിമർശനങ്ങളും വളരെ താമസിയാതെ തന്നെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ചാലും ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വ്യാജമായിട്ട് നിർമ്മിച്ചതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ സംശയം കൂടുതൽ ബലപ്പെടുന്നു. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ആ കുട്ടിയുടെ ആധാർ കാർഡാണ്. ഈ ആധാർ കാർഡ് നമ്പർ ഇഷ്യൂ ചെയ്തതായിട്ട് കാണുന്നത് 2015 ഇത് 2026 എന്ന് ഓർക്കണം. ഏതാണ്ട് 11 വർഷത്തിന് മുമ്പ്. ആ സമയത്ത് ആ കുട്ടിക്ക് 6 വയസ്സുണ്ടാവാനേ സാധ്യതയുള്ളൂ. പക്ഷേ 6 വയസ്സുള്ള കുട്ടിയുടെ ഫോട്ടോയാണോ ആ ആധാർ കാർഡിലുള്ളത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനി അതുപോട്ടെ, ഈ ആധാർ കിട്ടിയതിന് ശേഷം എത്രയോ വർഷം, അതായത് 10 വർഷത്തിന് ശേഷമാണത് ജനന സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് 2025 കാണിക്കുന്നത്. അതാണ് നിങ്ങൾ ഇപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ആധാർ എടുക്കുമ്പോൾ നമുക്ക് ജനന സർട്ടിഫിക്കറ്റും ജനതീയതിയും ഒന്നും വേണ്ടേ? ഇതില്ലാതെ നമുക്ക് ആധാർ കിട്ടുമോ? കിട്ടാൻ സാധ്യത ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആധാർ എടുത്തത് 2015 ജനന സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് 2025 ആവുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് വ്യാജമായിട്ട് നിർമ്മിച്ചതാണോ എന്നൊരു സംശയം ബലപ്പെടുന്നു. മാത്രമല്ല ഇതിന് പിന്നിൽ വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന വലിയ മാഫിയ കണ്ണികളുണ്ടോ എന്നുകൂടി ഒരുപക്ഷെ അന്വേഷിക്കുന്നുണ്ടാവും ഇതിനകം തന്നെ. എന്തായാലും ഇത് വാർത്തയായി, വിവാദമായി. ഇനിയിപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നിയമപ്രശ്നത്തിലേക്ക് പോകുമോ? അതിൻ്റെ പിന്നാലെ ഈ A റഹീമും അതുപോലെ തന്നെ V ശിവൻകുട്ടിയും MV ഗോവിന്ദനുമൊക്കെ നിയമപ്രശ്നത്തിൽ കുരുങ്ങുമോ എന്ന് കൂടിയാണ് അറിയാനുള്ളത്. കാരണം ഇതിപ്പോൾ ഇതിൽ ലവ് ജിഹാദും മറ്റു കാര്യങ്ങളൊന്നും ആരും ഇപ്പോൾ ആരോപിക്കുന്നില്ല. ലവ് കുരുക്ഷേത്രയാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം മുസ്ലിം യുവാവിനെ ക്ഷേത്രമുറ്റത്ത് വെച്ചിട്ടാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചുള്ളതാണോ എന്ന തരത്തിലാണ് മുസ്ലിങ്ങൾ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ അത് മാറ്റിവെച്ചാലും ഈ വ്യാജമായിട്ട് നിർമ്മിച്ച സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ ആര് ശരിയാക്കി കൊടുക്കുന്നു? ഇതൊന്നും നോക്കാതാണോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മന്ത്രിയുമൊക്കെ ഈ വിവാഹം ഇത്ര ധൃതിപ്പെട്ട് നടത്തിയത് എന്ന തരത്തിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ ഇവർ കൂടി അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടതല്ലേ എന്ന തരത്തിൽ കൂടി വലിയ ചർച്ചകൾ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലൊരു വള്ളിക്കെട്ട് പോയി പിടിക്കേണ്ടിയിരുന്നില്ല എന്ന് സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് കാണാം. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകൾ ഈ വിവാഹത്തിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇന്ത്യയിൽ മറ്റൊരിടത്തും പോവാതെ കൃത്യമായും കേരളത്തിൽ തന്നെ വരുന്നു. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയിട്ട് പരാതിപ്പെടുന്നു. പിന്നീട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിയുമൊക്കെ കൂടി വിവാഹം നടത്തി കൊടുക്കുന്നു. അതും വളരെ പെട്ടെന്ന് തന്നെ. പിന്നീട് മറ്റൊരു വീട്ടിലേക്ക്, അവരുമായിട്ട് ബന്ധമൊന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് വിളക്കൊക്കെ കൊളുത്തി കത്തിച്ചത്, അതിനെക്കൊണ്ട് വിളക്കം പിടിച്ച് അകത്തേക്ക് കയറ്റി വിടുന്നു. ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ എന്തോ ദുരൂഹത തോന്നുന്നു. അതിൻ്റെ കൂടെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള കേസാണെങ്കിൽ അതിന് നിൽക്കുന്ന പണിയാണ് മന്ത്രിയും MPയും പാർട്ടി നേതാവും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ചെയ്തത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കെതിരെ തന്നെയുള്ള അവരുടെ ഒരു വെല്ലുവിളിയാണ്. ഇതങ്ങനെ വെറുതെ കണ്ടുകൂടാ, വെറുതെ വിട്ടുകൂടാ.